ഹായ് എവ്രി വൺ. ഒരു ജനറൽ അനലോഗ് വാട്ട് മീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഒരു ഡിജിറ്റൽ വാട്ട് മീറ്ററിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതുപോലെ എനർജി മീറ്റർ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിജിറ്റൽ വാട്ട് മീറ്റർ എന്താണെന്ന് നോക്കാം. ഡിജിറ്റൽ വാട്ട് മീറ്റേഴ്സ് മെഷർ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇലക്ട്രോണിക്കലി തൗസൻഡ്സ് ഓഫ് ടൈംസ് എ സെക്കൻഡ്, then multiplying the results in a computer microcontroller chip to determine the watts. ഇപ്പം ഡിജിറ്റൽ വാട്ട് മീറ്ററിൽ ആദ്യമേ കറണ്ടിനെയും വോൾട്ടേജിനെയും ഇലക്ട്രോണിക്കലി മെഷർ ചെയ്യും. ഇലക്ട്രോണിക്കലി മെഷർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഓരോ പൾസസ് പോലെ ഓരോ സെക്കൻഡിലും ഒരുപാട് തവണ അതിന് മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. ഒരു സെക്കൻഡിനെ തന്നെ നമ്മൾ ഒരു 1000 ടൈംസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോ ഇൻസ്റ്റൻറ്റിൻ്റെയും വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വാല്യൂ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിക്കലി മെഷർ ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ എല്ലാം കൂടി ഒരു മൈക്രോ കൺട്രോളർ ചിപ്പ്, കമ്പ്യൂട്ടർ മൈക്രോ കൺട്രോളർ ചിപ്പിൻ്റെ സഹായത്തോടു കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് അവിടെ വാട്ട്സ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പവർ ഡിറ്റർമൈൻ ചെയ്യണത്. ദ കമ്പ്യൂട്ടർ ക്യാൻ ഓൾസോ പെർഫോം സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് ദ പീക്ക്, ആവറേജ്, ലോ വാട്ട്സ് കൺസ്യൂംഡ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ സാധാരണഗതിയിലുള്ള വോൾട്ടേജ് മാത്രമല്ല, പീക്ക് വാട്ട്, അതുപോലെ ആവറേജ്, ദെൻ ലോ വാട്ട്സ്, അങ്ങനെ എല്ലാം കണ്ടുപിടിക്കാനായിട്ട്, അതുപോലത്തെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാനായിട്ടും കമ്പ്യൂട്ടറിന് സാധിക്കുന്നതാണ്. ദേ ക്യാൻ മോണിറ്റർ ദ പവർ ലൈൻ ഫോർ വോൾട്ടേജ് സർജസ് ആൻഡ് ഔട്ടേജസ്. അതുകൂടാതെ തന്നെ പവർ ലൈനിലുള്ള വോൾട്ടേജ് സർജസ്, അതായത് പെട്ടെന്ന് വരുന്ന വോൾട്ടേജിലെ സ്പൈക്സ്, അതുപോലെ ഔട്ടേജസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫോൾട്ട്, പവർ ലൈനിൽ കാര്യമായിട്ടുള്ള ഔട്ടേജസ്, ഏതെങ്കിലും ലൈൻ കട്ടായി പോകുക, ഓപ്പൺ സർക്യൂട്ട് ആവുക, അതുപോലെ വലിയ ഷോർട്ട് സർക്യൂട്ടുകൾ വരിക, അങ്ങനെയുള്ള കേസുകളിലെ ഔട്ടേജസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഔട്ടേജസിനെ മോണിറ്റർ ചെയ്യാനും ഇതുപോലെ ഡിജിറ്റൽ വാട്ട് മീറ്ററിന് സഹായിക്കും. ദെൻ പോപ്പുലർ ഫോർ കൺവീനിയൻ്റ്ലി മെഷറിംഗ് പവർ കൺസംഷൻ ഇൻ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് വിത്ത് സേവിങ് എനർജി ആൻഡ് മണി. അപ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസിലെയും പവർ കൺസംഷൻ കണ്ടുപിടിക്കാനായിട്ട് ഡിജിറ്റൽ വാട്ട് മീറ്റർ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാട്ട് മീറ്റർ കൂടിയാണ് ഡിജിറ്റൽ വാട്ട് മീറ്റർ ഹൗസ് ഹോൾഡ് അപ്ലയൻസസിലെല്ലാം. വിത്ത് സേവിങ് എനർജി ആൻഡ് മണി, കമ്പാരിറ്റീവ്ലി കോസ്റ്റും കുറവായിരിക്കും, അതുപോലെ എനർജിയും സേവ് ചെയ്യുന്ന രീതിയിലാണ് ഡിജിറ്റൽ വാട്ട് മീറ്റർ വർക്ക് ചെയ്യുന്നത്. ഒരു ഡിജിറ്റൽ വാട്ട് മീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് വരുന്ന വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ടേജ് മെഷർമെൻറ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് വരുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ട കറണ്ട് മെഷർമെൻറ്റ് സെക്ഷനും ഉണ്ട്. ഇത് കിട്ടുന്ന വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജിനെ മൈക്രോ കൺട്രോളറിലേക്ക്, സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജിനെയും അതുപോലെ മെഷർ ചെയ്ത കറണ്ടിനെയും മൈക്രോ കൺട്രോളറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മൈക്രോ കൺട്രോളറിൻ്റെ സഹായത്തോടു കൂടിയാണ് പിന്നെ കിട്ടിയ മെഷർമെൻറ്റ്സിനെ എല്ലാം കൂടെ അവർ ഓരോ സെക്കൻഡിലും തൗസൻഡ്സ് ഓഫ് ടൈംസ് വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യുന്നുണ്ട്. ആ കിട്ടിയ വോൾട്ടേജിനെയും കറണ്ടിൻ്റെയും മെഷർമെൻറ്റ്സിനെ ഒരു മൈക്രോ കൺട്രോളറിലേക്ക് കൊടുത്ത് മൈക്രോ കൺട്രോളർ അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ടോട്ടലായിട്ട്, അതായത് കറണ്ടിനെയും വോൾട്ടേജിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മെഷർമെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പവർ ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു LCD ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിജിറ്റലായിട്ട് നമുക്ക് ഡിജിറ്റൽ റീഡ് ഔട്ടിൽ നമുക്ക് അതിൻ്റെ എക്സ്റ്റേണലി നമുക്കത് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി താഴെ നമുക്ക് AC പവറാണ് വരുന്നതെങ്കിൽ അതിന് DC ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട്, DC വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് താഴെ ഒരു കൺവേർട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെഷേർഡ് കറണ്ടിന് നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസസിലേക്ക് എടുക്കണം, എക്സ്റ്റേണൽ ഡിവൈസിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് മെഷർമെൻറ്റിനായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കമ്പാരിസൺ ബിറ്റ്വീൻ ദ അനലോഗ് വാട്ട് മീറ്റർ ആൻഡ് ഡിജിറ്റൽ വാട്ട് മീറ്റർ. അനലോഗ് വാട്ട് മീറ്ററും ഡിജിറ്റൽ വാട്ട് മീറ്ററും തമ്മിലുള്ള കമ്പാരിസനാണ്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ അനലോഗ് വാട്ട് മീറ്ററിൽ ഡ്യൂ ടു മൂവിങ് പാർട്സ് ദർ ആർ ലോസസ് ആൻഡ് ബിയറിങ്സ്. നമുക്കറിയാം അനലോഗ് വാട്ട് മീറ്ററിൽ നമ്മൾ ഡിസ്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനലോഗ് വാട്ട് മീറ്ററിനകത്ത് വരുന്നതാണ് മൂവിങ് പാർട്സ് ഉള്ളത് കാരണം അവിടെ, അല്ലെങ്കിൽ മൂവിങ് അയണും നമ്മൾ അനലോഗ് വാട്ട് മീറ്റർ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിലാണെങ്കിൽ മൂവിങ് അയണും അതുപോലെ ആ മൂവിങ് അയൺ കോയിലെല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, ലോസസ് വരാനുള്ള ചാൻസ് ഉണ്ട്, ബിയറിങ്സും ലോസസ് വരുന്നുണ്ട്. ആസ് ദർ ആർ നോ മൂവിങ് പാർട്സ്, ഫ്രിക്ഷൻ അറ്റ് മെക്കാനിക്കൽ ലോസസ് ആർ റെഡ്യൂസ്ഡ്.
ഡിജിറ്റൽ വാട്ട് മീറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ മൂവിങ് പാർട്സ് ഒന്നുമില്ല, ഫുള്ള് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്കലിയും വേണം മെഷർ ചെയ്യുന്നത് കറണ്ടിനെയും വോൾട്ടേജിനെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മൂവിങ് പാർട്സ് ഇല്ലാത്തത് കൊണ്ട് മെക്കാനിക്കൽ ലോസസ് കാരണം ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടുള്ള മെക്കാനിക്കൽ ലോസസ് നമുക്കിവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ആക്യുറസി ഈസ് ലെസ് കമ്പയർഡ് ടു ദ ഡിജിറ്റൽ വാട്ട് മീറ്റർ. അനലോഗ് വാട്ട് മീറ്ററിലാണെങ്കിൽ നമ്മൾ നോക്കുന്ന റീഡിങ്ങിനനുസരിച്ചിട്ടും ആക്യുറസി എപ്പോഴും കുറവാകാനുള്ള ചാൻസ് ഉണ്ട്. ഡിജിറ്റൽ വാട്ട് മീറ്ററിനാണെങ്കിൽ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ആക്യുറസി കൂടുതലായിരിക്കും. എറർ മേ ടേക്ക് പ്ലേസ് അറ്റ് ദ ടൈം ഓഫ് റീഡിങ് ഡ്യൂ ടു ഇറ്റ്സ് നോൺ ലീനിയാരിറ്റി. നമ്മൾ റീഡിങ് എടുക്കുന്ന ടൈമിൽ നോൺ ലീനിയാരിറ്റി കാരണം എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിജിറ്റൽ വാട്ട് മീറ്ററിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ സ്കെയിലൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് പവർ ഡെസിമൽ ഫ്രാക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ജസ്റ്റ് അത് റീഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനത്തെ എറർ വരാനുള്ള ചാൻസ് ഒന്നുമില്ല. ദെൻ അനലോഗ് വാട്ട് മീറ്ററിലാണെങ്കിൽ ഡസ് നോട്ട് റിക്വയർ എനി ഓക്സിലറി സപ്ലൈ. അവിടെ ഓക്സിലറി സപ്ലൈയുടെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഡിജിറ്റൽ വാട്ട് മീറ്ററിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഓക്സിലറി സപ്ലൈ അതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. മൈക്രോ കൺട്രോളറിലേക്ക് നമ്മളൊരു AC വോൾട്ടേജിനെ അല്ലെങ്കിൽ AC സപ്ലൈനെ കൺവേർട്ടർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് DC സപ്ലൈ ആക്കിയിട്ട് അതിനകത്തൊരു ഓക്സിലറി സപ്ലൈ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നതായിട്ട് കാണാം. മോർ റിലയബിൾ അനലോഗ് വാട്ട് മീറ്റർ ആണെങ്കിൽ മോർ റിലയബിൾ ആസ് നോ കോംപ്ലിക്കേഷൻസ് ഇൻ ഡിസൈൻ ആൻഡ് അവോയ്ഡൻസ് ഓഫ് ഇലക്ട്രിക് കോമ്പണൻസ്. അനലോഗ് വാട്ട് മീറ്ററിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഡിസൈനിനകത്ത് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ആൻഡ് നോ കോംപ്ലിക്കേഷൻസ് ഇൻ ഡിസൈൻ ആൻഡ് അവോയ്ഡൻസ് ഓഫ് ഇലക്ട്രിക് കമ്പോണൻസ്. ദെൻ റിലയബിലിറ്റി ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു ദ അനലോഗ് ടു വർക്ക്. ഇപ്പോൾ ഡിജിറ്റൽ വാട്ട് മീറ്ററിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ വാട്ട് മീറ്ററിന് റിലയബിലിറ്റി കമ്പാരിറ്റീവ്ലി അനലോഗ് ഇൻസ്ട്രുമെൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിലയബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. നോ എഫക്റ്റ് ഓഫ് സപ്ലൈ ട്രാൻസിയൻസ് ഓർ പെർഫോമൻസ് ഓഫ് മീറ്റർ. സപ്ലൈയിൽ വരുന്ന ട്രാൻസിയൻസ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മീറ്ററിൻ്റെ പെർഫോമൻസിനകത്ത് സാധാരണ വരാറില്ല അനലോഗ് വാട്ട് മീറ്ററിൻ്റെ കേസിലാണെങ്കിൽ. പക്ഷേ ഡിജിറ്റൽ വാട്ട് മീറ്ററിലാണെങ്കിൽ എനി സപ്ലൈ ട്രാൻസിയൻസ് മേ ഡാമേജ് ദ വാട്ട് മീറ്റർ. ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം ട്രാൻസിയൻസ് ലോ വോൾട്ടേജിലായിരിക്കും ഇലക്ട്രോണിക് സപ്ലൈ എല്ലാം വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈയിൽ എന്തെങ്കിലും ട്രാൻസിയൻസ് വന്നു കഴിഞ്ഞാൽ അത് വാട്ട് മീറ്റർ ഡിജിറ്റൽ വാട്ട് മീറ്ററിനെ പെട്ടെന്ന് തന്നെ കേടാക്കുന്നതായിരിക്കും. ദെൻ മോർ സ്റ്റേബിൾ ടു വൈബ്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ വേരിയേഷൻ. അനലോഗ് വാട്ട് മീറ്റർ ആണെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷനും അതുപോലെ വൈബ്രേഷനും മോർ സ്റ്റേബിൾ ആയിരിക്കും. ഡിജിറ്റൽ വാട്ട് മീറ്റർ ആണെങ്കിൽ കൺസിഡറബിൾ എഫക്റ്റ് ഓഫ് വൈബ്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഓൺ ദ പെർഫോമൻസ് ഓഫ് ഇലക്ട്രിക് കമ്പണൻസ്. അപ്പോൾ ഇലക്ട്രിക് കമ്പണൻസിന് മേലെ അത് വൈബ്രേഷനോ അതുപോലെ ടെമ്പറേച്ചറോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൺസിഡറബിൾ ആയിട്ടുള്ളൊരു എഫക്റ്റ് ഇലക്ട്രിക്കൽ കമ്പണൻസിൻ്റെ മേലെ വരുന്നതായിട്ട് നമുക്ക് കാണാം. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് എനർജി മീറ്ററാണ്. എനർജി മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് നമ്മൾ എത്ര പവർ കൺസ്യൂം ചെയ്തു എന്നുള്ളത് കിലോ വാട്ട് ഹവറിലെ യൂണിറ്റിലാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തു എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എത്ര കിലോ വാട്ട് ഹവറാണ് നമ്മൾ യൂസ് ചെയ്തത്. ഒരു കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നതാണ് ഒരു യൂണിറ്റ്. അപ്പോൾ എത്ര യൂണിറ്റ്, ഒരു യൂണിറ്റ് ബേസിലാണ് KCB ഇലക്ട്രിസിറ്റി ബില്ല് അവർ ചാർജ് ചെയ്യാറുള്ളത്. നമുക്ക് ഓരോ ഹൗസ് ഹോൾഡിൻ്റെയും KCBൻ്റെ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ നമ്മൾ വർക്ക് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് എത്രയുണ്ട്, നമ്മൾ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തു എന്ന് കണ്ടുപിടിക്കണമെങ്കിലൊക്കെ നമുക്ക് എനർജി മീറ്റർ അത്യാവശ്യമാണ്. അപ്പം എനർജി മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദിസ് ആൻഡ് ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് ഇൻ കിലോ വാട്ട് അവേഴ്സ് ഇൻ പ്രാക്ടീസ്. സാധാരണ കിലോ വാട്ട് അവറിലാണ് കണ്ടുപിടിക്കാറുള്ളത്. മീറ്റർ യൂസ്ഡ് ഫോർ ദിസ് ഇസ് എൻ എനർജി മീറ്റർ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മീറ്ററിന് പറയുന്ന പേരാണ് എനർജി മീറ്ററിന്. In AC-ലാണെങ്കിൽ an induction type of energy meter is universally used for the measurement of energy in domestic and industrial circuits. ഇപ്പോൾ AC സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ടൈപ്പ് ഓഫ് എനർജി മീറ്ററാണ്. ഡൊമസ്റ്റിക് യൂസിനും അതുപോലെ ഇൻഡസ്ട്രിയൽ സർക്യൂട്ടിനകത്തും യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ടൈപ്പ് ഓഫ് എനർജി മീറ്ററാണ്. ഇനി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? The operation depends upon the induction principle. സാധാരണ ഇൻഡക്ഷൻ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററും വർക്ക് ചെയ്യുന്നത്. 2 alternating magnetic fields produced by the 2 coils induce currents in a disk and produce a torque to rotate disk. നമുക്കറിയാം 2 കോയിലാണ് ഇവിടെ, അതായത് 2 കോയിലുണ്ട്, ഒരു കറണ്ട് കോയിൽ ഉണ്ടാവും, ഒരു
പൊട്ടൻഷ്യൽ കോയിൽ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കോയിലിൻ്റെയും ഇടയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് വെക്കുന്നത്, ഒരു ഡിസ്ക് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ഈ രണ്ട് കോയിലിലും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം ഈ ഡിസ്കിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഡിസ്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. Then potential coil carries the current proportional to the voltage of the supply and the current coil carries the load current. ഇവിടെ പൊട്ടൻഷ്യൽ കോയിലാണെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കറണ്ട് ആയിരിക്കും ക്യാരി ചെയ്യുന്നുണ്ടാവുക. ദെൻ കറണ്ട് കോയിലാണെങ്കിൽ ലോഡ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ലോഡ് കറണ്ടാണ് നമ്മുടെ കറണ്ട് കോയിലിൽ ക്യാരി ചെയ്യുന്നത്. വോൾട്ടേജ് കോയിലാണെങ്കിൽ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ്. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പവർ ആസ് ഇൻ ദ വാട്ട് മീറ്റർ. വാട്ട് മീറ്ററിലെ പോലെ തന്നെ ടോർക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് പവറിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ടോർക്കാണ് അവിടെ ഉണ്ടാവുക. The watt hour meter just take both power and time into consideration. വാട്ട് ഹവർ എന്ന് പറയുമ്പം ആ യൂണിറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാട്ടേജ് അല്ലെങ്കിൽ പവർ മാത്രം പോരാ, നമുക്ക് അവിടെ ടൈം കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പവറും ടൈമും അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുന്നുണ്ട്. ദ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പവർ പാസിങ് ത്രൂ ഇറ്റ്. അപ്പോൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ആ ഡിസ്കിന് ഉണ്ടാവുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ പവർ പാസിങ് ത്രൂ ഇറ്റ്. അതിലൂടെ പാസ് ചെയ്യുന്ന പവറിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും അവിടെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ എ ഗിവൺ ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ എനർജി ദാറ്റ് പാസസ് ത്രൂ ദി മീറ്റർ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ആ ഡിസ്കിന് ഉണ്ടാവുന്ന സ്പീഡ് എന്ന് പറയുന്നത് ആ ഡിസ്കിലൂടെ പാസ് ചെയ്യുന്ന പവറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ ആ ഡിസ്കിന് ഉണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ്, എത്ര പ്രാവശ്യം അത് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ക് എത്ര പ്രാവശ്യം തിരിയുന്നുണ്ട് എന്നത്, ഒരു ഗിവൺ ടൈമിൽ എത്ര പ്രാവശ്യം റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ടോട്ടൽ എനർജി ദാറ്റ് പാസസ് ത്രൂ ദ മീറ്റർ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം. നമ്മളൊരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം എടുത്തിട്ട് ആ ടൈമിൽ ആ ഡിസ്ക് എത്ര പ്രാവശ്യം റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, അത് അതിലൂടെ പാസ് ചെയ്യുന്ന എനർജിക്ക്, ടോട്ടൽ എനർജിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എൻ എനർജി മീറ്റർ. എനർജി മീറ്ററിൻ്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ വരുന്ന അയൺ കോർ. ഇറ്റ് ഈസ് സ്പെഷ്യലി ഷേപ്ഡ് ടു ഡയറക്റ്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ ഡിസൈർഡ് പാത്ത്. മാഗ്നറ്റിക് ഫ്ലക്സിന് ഡിസൈർഡ് പാത്തിൽ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അയൺ കോർ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ഡയറക്ട്സ് ദി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, റെഡ്യൂസസ് ദ ലീക്കേജ് ഫ്ലക്സ് ആൻഡ് ഓൾസോ റെഡ്യൂസസ് ദ മാഗ്നറ്റിക് റിലക്റ്റൻസ്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ പരമാവധി കടത്തിവിടുന്ന രീതിയിൽ ലീക്കേജ് ഫ്ലക്സുകൾ കുറച്ചിട്ട് അതുപോലെ മാഗ്നറ്റിക് റിലക്റ്റൻസും കുറച്ചിട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പരമാവധി ആ ഒരു അയൺ കോറിൻ്റെ അകത്തുകൂടെ കടത്തിവിടുന്ന രീതിയിലായിരിക്കും അയൺ കോറുകൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദെൻ പൊട്ടൻഷ്യൽ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ. ദ പൊട്ടൻഷ്യൽ കോയിൽ ഈസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ് ആൻഡ് ഈസ് വൗണ്ട് വിത്ത് മെനി ടേൺസ് ഓഫ് ദി ഫൈൻ വയർ. പൊട്ടൻഷ്യൽ കോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഫൈൻ വയർ, കനം കുറഞ്ഞ വയറുകളുടെ ഒരുപാട് ടേൺസ്, മെനി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ഫൈൻ വയർ, വണ്ണം കുറഞ്ഞ വയർ കൊണ്ട് ഒരുപാട് തവണ ചുറ്റി വെച്ചിട്ടാണ് പൊട്ടൻഷ്യൽ കോയിൽ ഉണ്ടാക്കാറുള്ളത്. അക്രോസ് ദ ലോഡിന് അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡ്യൂസസ് ദ എഡി കറണ്ട് ഇൻ ദ അലുമിനിയം ഡിസ്ക്. അപ്പോൾ അലുമിനിയം ഡിസ്കിൻ്റെ മേലെ എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പൊട്ടൻഷ്യൽ കോയിൽ അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് കോയിലാണ്. അപ്പോൾ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ കറണ്ട് കോയിൽ, 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് കറണ്ട് കോയിൽ, 2 എന്ന് പറഞ്ഞ് മേലെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് വോൾട്ടേജ് കോയിൽ. താഴത്തെ മാഗ്നറ്റിൻ്റെ മേലെയുള്ളത് കറണ്ട് കോയിലും മേലത്തെ മാഗ്നറ്റിൻ്റെ മേലെയുള്ളത് വോൾട്ടേജ് കോയിലാണ്. ദെൻ മൂന്നാമതായിട്ട് വേം ഗിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ പോയിൻ്റർ. നാലാമത്തതാണ് രജിസ്റ്ററിങ് മെക്കാനിസം, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന മെക്കാനിസം. ആ രജിസ്റ്റർ ചെയ്യുന്ന മെക്കാനിസത്തിന് കറക്റ്റായിട്ട് മൂവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാമത്തത് വേം ഗിയർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അഞ്ചാമത്തത് പെർമനൻറ്റ് മാഗ്നറ്റാണ്. അഞ്ചാമതായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. ഡിസ്കിൻ്റെ പുറത്തായിട്ടൊരു പെർമനൻറ്റ് മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആറാമത്തതായിട്ടുള്ളത് അലുമിനിയം ഡിസ്ക്കാണ്. ആ പെർമനൻറ്റ് മാഗ്നറ്റ് ബ്രേക്കിംഗ് ടോർക്കിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ ഏഴാമത്തത് സപ്ലൈ ടെർമിനൽസും എട്ടാമത്തത് ലോഡ് ടെർമിനൽസുമാണ്. ദെൻ കറണ്ട് കോയിൽ. ഇപ്പോൾ വോൾട്ടേജ് കോയിൽ നമ്മൾ ലോഡിന് എക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. കറണ്ട് കോയിൽ എന്ന് പറയുമ്പം ലോഡിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. കാരണം കറണ്ട് കോയിലിലൂടെ നമ്മുടെ ലോഡ് കറണ്ടാണ് പാസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആർ വൗണ്ട് വിത്ത് ഫ്യൂ ടേൺസ് ഓഫ് എ തിക്ക് വയർ. സിൻസ് ദേ മസ്റ്റ് ക്യാരി ദ
ഫുൾ ലോഡ് കറണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, വോൾട്ടേജ് കോയിലിൽ ഫൈൻ വയറായിരുന്നു ഉണ്ടായിരുന്നത്. കനം കുറഞ്ഞ വയർ ഒരുപാട് ടേൺസിലായിട്ട് ചുറ്റി വെച്ചതായിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് കനം കുറഞ്ഞ വയർ ഉപയോഗിക്കുന്നത്? കനം കുറഞ്ഞ വയറിന് നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. നമ്മുടെ വോൾട്ടേജ് കോയിലിൽ കറണ്ട് കുറവായിരിക്കും. വോൾട്ടേജ് കോയിലിൽ കറണ്ട് കുറവായതുകൊണ്ട് തന്നെ അതിന് അധികം റെസിസ്റ്റൻസ് ഉള്ള വയർ അല്ലെങ്കിൽ കനം കുറഞ്ഞ വയർ നമ്മൾ ഉപയോഗിച്ചാൽ മതി. മോർ നമ്പർ ഓഫ് ടേൺസ് ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. പക്ഷേ കറണ്ട് കോയിലിലാണെങ്കിൽ ഓർത്ത് വയ്ക്കുക, നമുക്ക് ഫുൾ ലോഡ് കറണ്ട് നമുക്ക് അതിലൂടെ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വേണം, അതിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കണം കറണ്ട് കോയിലിന്. കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് കുറഞ്ഞ തിക്ക് വയറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്പർ ഓഫ് ടേൺസ് കുറയുകയും വേണം, കാരണം അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് കുറയ്ക്കണം. അതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഡിസ്ക് ഈസ് ദ റൊട്ടേറ്റിംഗ് എലിമെൻറ്റ് ഇൻ ദ മീറ്ററിൽ നമ്മൾ റൊട്ടേറ്റിംഗ് എലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡിസ്ക്കാണ്. ഈസ് മൗണ്ടഡ് ഓൺ എ വെർട്ടിക്കൽ സ്പിൻഡിൽ വിച്ച് ഹാസ് എ വേം ഗിയർ അറ്റ് ദ എൻഡ്. ഒരു സ്പിൻഡിലിൻ്റെ മേലെയാണ് നമ്മൾ റൊട്ടേറ്റിംഗ് എലിമെൻറ്റ് മൗണ്ട് ചെയ്യുന്നത്. ആ സ്പിൻഡിലിൻ്റെ അറ്റത്തായിട്ടൊരു വേം ഗിയർ വെച്ചിട്ടുണ്ട്. വേം ഗിയർ രജിസ്റ്ററിംഗ് മെക്കാനിസത്തോട് കൂടിയിട്ടാണ് വേം ഗിയർ വെച്ചിട്ടുള്ളത്. ദ ഡിസ്ക് ഈസ് മെയ്ഡ് ഓഫ് അലുമിനിയം ആൻഡ് ഇസ് പൊസിഷൻഡ് ഇൻ ദ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പൊട്ടൻഷ്യൽ ആൻഡ് കറണ്ട് കോയിൽ മാഗ്നറ്റ്സ്. അപ്പം കറണ്ട് കോയിലിൻ്റെ അതുപോലെ പൊട്ടൻഷ്യൽ കോയിലിൻ്റെ മാഗ്നറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പിലായിട്ടാണ് അലുമിനിയം ഡിസ്കിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ സ്പിൻഡിലാണെങ്കിൽ ഹാവിങ് ദ ഹാർഡൻഡ് സ്റ്റീൽ പിവറ്റ്സ്, അതിന് ഹാർഡൻ ചെയ്ത സ്റ്റീൽ പിവറ്റ്സ് ആണ് സ്പിൻഡിൽ എൻഡിൽ ഉള്ളത്. അതുപോലെ പിവറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ എ ജ്വൽ ബിയറിംഗ്. അപ്പോൾ ജ്വൽ ബിയറിംഗ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റൊട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജ്വൽ ബിയറിങ്സ് ഉള്ളത് കൊണ്ട് സഹായിക്കും. ആൻഡ് ദർ ഈസ് എ വേം ഗിയർ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്പിൻഡിൽ. ആസ് ദ ഗിയർ ടേൺസ്, നമ്മൾ ആ ഗിയർ തിരിയുന്നതിന് അനുസരിച്ച് ദ ഇൻഡിക്കേറ്റ് ദ എമൗണ്ട് ഓഫ് എനർജി പാസിംഗ് ത്രൂ ദ മീറ്റർ. ആ ഗിയർ തിരിയുന്നതിനനുസരിച്ച് ടേൺസ് ദ ഡയൽ മാറുന്നതായിരിക്കും. ആ രജിസ്റ്ററിംഗ് മെക്കാനിസത്തിൽ വെച്ചിട്ടുള്ള ഗിയർ തിരിയുന്നതിനനുസരിച്ചാണ് ആ ഡയൽ മാറുന്നത്. അങ്ങനെയാണ് നമുക്ക് എമൗണ്ട് ഓഫ് എനർജി, എത്ര എനർജിയാണ് മീറ്ററിലൂടെ പാസ് ചെയ്തത് എന്ന് നമുക്ക് അവനത്തെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞൊരു പെർമനൻറ്റ് മാഗ്നറ്റ്, ആ ഡിസ്കിന് പുറത്തായിട്ടൊരു പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് മാഗ്നറ്റ് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ഹൈ സ്പീഡിൽ റേസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് റേസിംഗ് അറ്റ് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് തടയാനായിട്ടാണ് പെർമനൻറ്റ് മാഗ്നറ്റ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് മാഗ്നറ്റ്. ആ ഡിസ്കിൻ്റെ റൊട്ടേഷൻ ഒരു ബ്രേക്കിംഗ് ആണ് അവിടെ കൊടുക്കുന്നത്. പ്രൊഡ്യൂസസ് എൻ ഓപ്പോസിംഗ് ടോർക്ക് ദാറ്റ് ആക്ട്സ് എഗെയിൻസ്റ്റ് ദ ടേണിംഗ് ടോർക്ക് ഓഫ് ദി അലുമിനിയം ഡിസ്ക്. അലുമിനിയം ഡിസ്കിൻ്റെ ടേണിംഗ് ടോർക്കിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ബ്രേക്കിംഗ് മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടോർക്ക് വരുന്നത്. ഓർത്ത് വയ്ക്കുക, ബ്രേക്കിംഗ് മാഗ്നറ്റ് കൊടുക്കുന്ന ബ്രേക്കിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഓപ്പോസിങ് ദ ടോർക്ക് ദാറ്റ് ആക്ട്സ് അഗെയിൻസ്റ്റ് ദ ടേണിംഗ് ടോർക്ക് ഓഫ് ദി അലുമിനിയം ഡിസ്ക്. അലുമിനിയം ഡിസ്കിൻ്റെ ടേൺ ചെയ്യാനുള്ള ടോർക്കിന് ഓപ്പോസിറ്റ് ആയിരിക്കും ബ്രേക്ക് മാഗ്നറ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രേക്കിംഗ് ടോർക്ക് വരുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് എനർജി മീറ്റർ. പൊട്ടൻഷ്യൽ കോയിൽ കണക്റ്റഡ് അക്രോസ് ദ ലോഡ് ഇൻഡ്യൂസസ് ആൻ എഡി കറണ്ട് ദ അലുമിനിയം ഡിസ്ക്. പൊട്ടൻഷ്യൽ കോയിൽ കാരണമാണ് എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലുമിനിയം ഡിസ്കിൽ എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ കോയിൽ കാരണമാണ്. എഡി കറണ്ട് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് റിയാക്ട്സ് വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട് കോയിൽസ് ടു പ്രൊഡ്യൂസ് എ ഡ്രൈവിംഗ് ടോർക്ക് ഓൺ ദ ഡിസ്ക്. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ കോയിൽ കാരണം എഡി കറണ്ട് അലുമിനിയം ഡിസ്കിൻ്റെ മേലെ ഇൻഡ്യൂസ് ചെയ്യും. ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന എഡി കറണ്ട് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ കറണ്ട് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഡിസ്കിൻ്റെ മേലെ ഒരു റൊട്ടേറ്റിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ അലുമിനിയം ഡിസ്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദി ആംബിയേഴ്സ് ആൻഡ് ദി വോൾട്ടേജ്. ഇനി റൊട്ടേഷൻ സ്പീഡ് ഓഫ് അലുമിനിയം ഡിസ്ക് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് ദി ആംബിയേഴ്സ്. ആംബിയേഴ്സ് എന്ന് പറയുമ്പോൾ കറണ്ട് കോയിൽസിലുള്ള കറണ്ടിൻ്റെയും അതുപോലെ വോൾട്ടേജ് കോയിലുള്ള വോൾട്ടേജിനും പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ രണ്ടിൻ്റെയും പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും അലുമിനിയം ഡിസ്കിൽ ഉണ്ടാകുന്ന റൊട്ടേഷൻ, സ്പീഡ് ഓഫ് റൊട്ടേഷൻ. Total energy consumed by the load is proportional to the number of revolutions made by the disk during a given period of time.
അപ്പോൾ ഡിസ്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിൻ്റെയും കറണ്ട് കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെയും വോൾട്ടേജ് കോയിലിനെ ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജിൻ്റെയും പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇനി ഉണ്ടാവുന്ന സ്പീഡ് അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ദ ഡിസ്കിൽ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഡിസ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെവല്യൂഷൻസിൻ്റെ എണ്ണത്തിന് അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ എണ്ണത്തിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും ടോട്ടൽ എനർജി വരുന്നത്. A small copper ring, shading ring or coil is placed in the air gap under the potential coil to produce a forward torque large enough to counteract any friction produced by the rotating aluminum disc. അപ്പം റൊട്ടേറ്റിംഗ് അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എന്തെങ്കിലും ഫ്രിക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കാനായിട്ട് ഒരു ഫോർവേഡ് ടോർക്ക്, അതായത് ഫ്രിക്ഷൻ ഉണ്ടാകുമ്പം അതിനൊരു തടസ്സം വരും. അപ്പോൾ റിവേഴ്സ് ടോർക്കാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫോർവേഡ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ കോയിലിൻ്റെ താഴെയായിട്ട് ഒരു സ്മോൾ കോപ്പർ റിങ് അല്ലെങ്കിൽ ഷെയ്ഡിങ് റിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രീപ്പിംഗ് എറർ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ക്രീപ്പിംഗ് എറർ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ എനർജി മീറ്ററിനകത്ത് കോമൺ ആയിട്ട് വരാറുള്ള ഒരു എററാണ് ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. In some meters, the disc rotates continuously even when there is no current flow through the current coil. When only the pressure coil is energized, this is called as the creeping. അപ്പോൾ എന്താണ് ക്രീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വാട്ട് മീറ്റർ ഒരു എനർജി മീറ്ററിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് അതിൻ്റെ വോൾട്ടേജ് കോയിൽ അല്ലെങ്കിൽ പ്രഷർ കോയിൽ മാത്രമാണ് നമ്മൾ എനർജൈസ് ചെയ്യണത്. കറണ്ട് കോയിലിലൂടെ കറണ്ടൊന്നും പാസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കേസിൽ പോലും ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് ക്രീപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ക്രീപ്പിങ്ങിനുള്ള ഒരു മേജർ കോസ് എന്ന് പറയുന്നത് ഓവർ കോമ്പൻസേഷൻ ഓഫ് ദ ഫ്രിക്ഷനാണ്. നമ്മൾ പറഞ്ഞു ഫ്രിക്ഷൻ ഒഴിവാക്കാനായിട്ട് അലുമിനിയം ഡിസ്കിൻ്റെ ഫ്രിക്ഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ഫോർവേഡ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഡിങ് റിങ് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ ഷെയ്ഡിങ് റിങ് ഉപയോഗിച്ച് കൊടുക്കുന്ന ഫ്രിക്ഷണൽ കോമ്പൻസേഷൻ ഓവറായി പോകുന്നത്, അത് ഓവർ കോമ്പൻസേഷൻ ആയി പോകും. ആ കോമ്പൻസേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു ഫോർവേഡ് ടോർക്ക് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കൊടുത്തില്ലെങ്കിൽ പോലും, കറണ്ട് കോയിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്തില്ലെങ്കിൽ പോലും ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്രീപ്പിംഗ് സംഭവിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ കോസ് എന്ന് പറയുന്നത് ഓവർ കോമ്പൻസേഷൻ ഓഫ് ദ ഫ്രിക്ഷനാണ്. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ എക്സസ് വോൾട്ടേജ് അക്രോസ് ദ പ്രഷർ കോയിൽ ആൻഡ് വൈബ്രേഷൻ ആൻഡ് സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുപോലെ പുറത്തെന്തെങ്കിലും വൈബ്രേഷൻസ് ഉണ്ടെങ്കിലും ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതും അല്ലെങ്കിൽ പ്രഷർ കോയിലിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് എക്സസീവ് ആയി പോയാലും, ഇത് കൂടുതലായി പോയാലും അങ്ങനെ ക്രീപ്പിംഗ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ക്രീപ്പിംഗ് ഒഴിവാക്കാനായിട്ടുള്ളൊരു മെത്തേഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ക്രീപ്പിംഗ് 2 ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഹോൾസ് ആർ ഡ്രിൽഡ് ഇൻ ദ ഡിസ്ക്. നമ്മുടെ ആ ഡിസ്കിൻ്റെ മേലെ 2 ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻറ്റ്സിൽ 2 ഹോൾ പ്രൊവൈഡ് ചെയ്യാം. The disc will come to rest with one of the holes under the edge of a pole of a potential coil magnet. ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യൽ കോയിൽ മാഗ്നറ്റിൻ്റെ താഴെയായിട്ട് ആ ഒരു ഹോൾ വന്നു കഴിഞ്ഞാൽ ഡിസ്ക് എന്ത് ചെയ്യും? റെസ്റ്റിലേക്ക് എത്തും. റൊട്ടേഷൻ ബീയിങ് ദസ് ലിമിറ്റഡ് ടു എ മാക്സിമം ഓഫ് ഹാഫ് എ റെവല്യൂഷൻ. അപ്പോൾ 2 ഭാഗത്ത് പോയിന്റ് കൊടുത്തത് കാരണം ജസ്റ്റ് അത് റൊട്ടേറ്റ് ചെയ്ത് വന്ന് അടുത്ത ഹോൾ, അത് ഹാഫ് റൊട്ടേഷൻ കവർ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട്, അതായത് അത് കഴിഞ്ഞ് നമ്മൾ കറണ്ട് കോയിൽ കറണ്ട് പാസ് ചെയ്തിട്ടില്ലെങ്കിലും ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ലിമിറ്റഡ് ടു എ മാക്സിമം ഓഫ് ഹാഫ് എ റെവല്യൂഷൻ, ഒരു ഹാഫ് റെവല്യൂഷൻ കവർ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ ഈ ക്രീപ്പിംഗ് സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക് റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം ഈ രണ്ട് ഹോൾസിൽ ഏതെങ്കിലും ഒരു ഹോൾസ് പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ കോയിൽ മാഗ്നറ്റിൻ്റെ പോളിൻ്റെ എഡ്ജസിന് താഴെയായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.